എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ നമ്മുടെ ജിയോജിബ്രയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഫങ്ഷൻസ് വരെ നമ്മൾ പഠിച്ചത് അല്ലേ. ജിയോജിബ്രയുടെ ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ ഗ്രാഫിക്കൽ ഒരു വിഷ്വലൈസേഷനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ അങ്ങനെ പോട്ട് കുറച്ച് ക്ലാസ്സിൽ നമുക്കൊരു വിഷ്വലായിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം. ഒരു ക്ലാസ് റൂം പോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫങ്ഷൻസ് വരെ നമ്മൾ അന്ന് അങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഫങ്ഷൻസും കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസും പറഞ്ഞു കാണും. ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഫങ്ഷൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാസ്സുകൾ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാം. നമ്മുടെ എങ്ങനെ ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കുന്നു ആ രീതിയിൽ തന്നെ ഇതിനെ കാണുക. നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്യാനുള്ളതൊക്കെ സമയം തരാം. അപ്പോൾ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ടീച്ചേഴ്സിന് അത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അസൈൻമെൻറ്റുകളൊക്കെ ഞാൻ തരാം. അപ്പോൾ നേരിട്ട് നമുക്ക് വരാം ഫംഗ്ഷനിലേക്ക്. നമ്മൾ റിലേഷൻസ് വരെ പഠിച്ചിരുന്നു. ഫങ്ഷൻസ് ആണ് ഇനിയും പറയേണ്ടത്. അപ്പോൾ ആ ഫങ്ഷൻസിൽ ഫങ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അവിടം വരെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. അന്ന് നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് ഒക്കെ പഠിച്ചിരുന്നു ആദ്യം. കാരണം നമ്മൾ സെറ്റ് തിയറി, നിങ്ങളിപ്പോൾ +1 പഠിക്കുന്ന സെറ്റ് തിയറിയാണ്. സെറ്റ് തിയറിയിൽ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ നമ്മൾ എന്താ പഠിച്ചു? അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചു. ക്രോസ് പ്രോഡക്റ്റിൽ നിന്ന് പിന്നെ താഴോട്ട് വന്നിട്ട് നമ്മൾ അതിൻ്റെ റിലേഷൻസ് പഠിച്ചു. റിലേഷൻസിൽ നിന്നാണ് പിന്നെ ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിച്ചു. പിന്നെ ഇപ്പോൾ ഇതിൽ വന്നു ഫങ്ഷൻസിൽ വന്നു. അത് നിങ്ങൾ വർഷത്തിൽ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ആ ഫങ്ഷൻസിൽ നിന്ന് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിലേക്ക് നമ്മൾ വരുന്നു. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫംഗ്ഷൻ ഒരു മെഷീൻ പോലെ നമുക്ക് കൂട്ടാവും. നമ്മുടെ ഒരു മെഷീൻ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം മില്ലിൽ തന്നെ പോവുക. മില്ലിൽ ഇപ്പോൾ അരി പൊടിപ്പിക്കാൻ പോകും. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തായിരിക്കും? അരിയായിരിക്കും. പക്ഷെ തിരിച്ച് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അരിയായിരിക്കുമോ? അല്ല, എന്തായിരിക്കും? അരിപ്പൊടിയായിരിക്കും. എന്ന് വെച്ചാൽ അതിന് ഔട്ട്പുട്ടിന് വ്യത്യാസം വരും. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഫംഗ്ഷൻ ആസ് എ മെഷീൻ എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ ആ ഫംഗ്ഷൻ ഇപ്പോൾ ഇങ്ങനെ അംഗീകരിക്കാം. ഒരു മെഷീനാണ്. അതിൻ്റെ പേര് നമ്മളെന്ത് വിളിച്ച്? എഫ് എന്ന് വിളിച്ച്. ഇതിന് നമുക്കൊരു ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഫംഗ്ഷൻ്റെ ഈ മെഷീൻ്റെ പേര് എഫ് ആണല്ലോ. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് നമുക്ക് എന്തായിട്ട് മാറുമെന്ന എക്സ് എന്നുള്ള എന്തായിട്ട് മാറി? എഫ് ഓഫ് എക്സ് ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു എ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എഫ് ഓഫ് എ. അതെ, നമ്മളിവിടെ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും ഔട്ട്പുട്ട്? എഫ് ഓഫ് 1. -1 ആണെങ്കിൽ എന്ത് കിട്ടും ഔട്ട്പുട്ട്? എഫ് ഓഫ് -1. ഇങ്ങനല്ലേ പോന്നെ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഒരു മെഷീനാണെന്ന്. ഇനി ഈ ടൈപ്സിനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് 1 ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. 1 ഫംഗ്ഷൻ അതിന്റെ വേറൊരു പേരാണ് ഇൻജെക്ഷൻ. വൺ ഫംഗ്ഷൻ ഓർ ഇൻജെക്ഷൻ. അപ്പൊ ഈ 1 ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് 1 എന്ന് വെച്ചാൽ ഇത് 2 സെറ്റ് നമ്മൾ എടുക്കുവാന്ന് വിചാരിക്കാം. എ എന്നുള്ള ഒരു സെറ്റും ബി എന്നുള്ള ഒരു സെറ്റും ആയിക്കോട്ടെ, ബി എന്നുള്ള സെറ്റും. അപ്പോൾ എയ്ക്കകത്ത് എലമെന്റ്സ് ഇപ്പോൾ 1 കൊടുത്തു. 1 2 3 ആണെന്ന് വിചാരിക്കുക. ബിക്കകത്ത് എലമെന്റ്സ് നമുക്കിപ്പോൾ എ ബി സി എന്നും വിളിക്കാം. അപ്പോൾ എയ്ക്കകത്ത് 1 2 3, ബിക്കകത്ത് എ ബി സി. ഈ സെറ്റ് വെച്ചിട്ട് നമുക്ക് 1 ഫംഗ്ഷൻ പറയാം. അപ്പോൾ ഇത് ഒരു കാര്യം ചെയ്യാം. ഈ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം. ഇപ്പോൾ എ എന്നുള്ള സെറ്റ്, ഈ സെറ്റ് ഉണ്ടല്ലോ നമ്മുടെ, ഈ എ എന്നുള്ള സെറ്റിൽ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ എടുത്തു. സ്റ്റുഡൻസ്. ബി എന്നുള്ള സെറ്റിൽ നിങ്ങളുടെ ഹൈറ്റും എടുക്കുക. അപ്പോൾ നമ്മുടെ എന്തോ എ എന്നുള്ള സെറ്റിലകത്ത് എന്താ ഉള്ളത്? നമ്മുടെ ക്ലാസ്സിലെ ഈ ക്ലാസ്സിലെ കുട്ടികളും
ബി എന്നുള്ള സെറ്റിൽ എന്താണുള്ളത്? ഈ കുട്ടികളുടെ എല്ലാം ഹൈറ്റ്. ശരിയല്ലേ? അപ്പോൾ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കൊരു റിലേഷൻ ഉണ്ടാവും. ശരിയല്ലേ? ഉണ്ട്. കാരണം എന്താ? ഇതിനകത്ത് ഏതൊരു കുട്ടി എടുത്താലും നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാം? ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാം. ശരിയല്ലേ? എ എന്നുള്ള സെറ്റിനകത്തെ ഏതൊരു കുട്ടി എടുത്താലും ഒരു ഹൈറ്റ് ഉണ്ട്. കാരണം ഹൈറ്റ് ഇല്ലാത്ത കുട്ടികളില്ലല്ലോ. അതെ. അപ്പം ഇതിനകത്തെ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ ഞാൻ എടുത്താൽ ഒരു ഹൈറ്റ് ഉണ്ടാവും. ശരിയാണല്ലോ? അപ്പോൾ സപ്പോസ് അയാളുടെ ഹൈറ്റ് 160 വിചാരിക്കുക. ഇപ്പം ഇവിടുത്തെ ഒരാളുടെ ഹൈറ്റ് ഉണ്ട്, എത്രയാണെന്ന് കിട്ടി? 160 കിട്ടി. പിന്നെ വേറെ ഒരാളെടുത്താൽ ഹൈറ്റ് 165 വേണേൽ വരാം. വേറെ ഒരാളെടുത്താൽ നമുക്ക് വേണമെങ്കിൽ 160 വരാം. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഫംഗ്ഷനാണ്. കാരണം എല്ലാത്തിനും ഇവിടെ ഇമേജ് കാണും. ഒരെണ്ണത്തിന് പോലും ഒന്നിൽ കൂടുതൽ ഇമേജ് വരത്തില്ല. കാരണം ഒരു സ്റ്റുഡൻറ്റിനെ എടുത്താൽ ഒരിക്കലും ഒന്നിൽ കൂടുതൽ ഹൈറ്റ് വരില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ എ എന്നുള്ള സ്റ്റുഡൻറ്റിനെ എടുത്തു, ബി എന്നുള്ള സ്റ്റുഡൻറ്റിനെ എടുത്തു, സി എന്നുള്ള സ്റ്റുഡൻറ്റിനെ എടുത്തു. അപ്പോൾ ഇവിടെ നോക്കി, ഈ എ എന്നുള്ള സ്റ്റുഡൻറ്റിന് എത്ര ആയിരുന്നു ഹൈറ്റ്? 160 സെന്റിമീറ്റർ ആയിരുന്നു. ഈ സി എന്നുള്ള ആളിന്റെ ഹൈറ്റും എത്രയാണെന്ന് കിട്ടി? 160 നമുക്ക് കിട്ടി. അപ്പൊ എ എന്നുള്ള ആളിനും സി എന്നുള്ള ആളിനും സെയിം ഹൈറ്റ് അല്ലേ? ഒരു ഹൈറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? എയും സിയും സെയിം എലമെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ എയുടെ ഇമേജ് 160, ബിയുടെയും ഇമേജ് എന്ത് തന്നെ? 160 തന്നെ. അതായത് രണ്ട് എലമെന്റ്സിന്റെ ഇമേജ് എന്തായി? സെയിം ആയി. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരിക്കലും 1:1 പറയാൻ പറ്റത്തില്ല. 1:1 ആകണമെങ്കിൽ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജസ് എന്താവണമെന്ന്? ഡിഫറെന്റ് ആവണം. ഇപ്പൊ ഇത് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാ. എ എന്നുള്ള സെറ്റിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെടുത്തു. ബി എന്നുള്ള ഒരു സെറ്റ്, ബി എന്നുള്ള സെറ്റിൽ ഹൈറ്റ് എടുത്തു. അല്ലേ? അപ്പം ഈ പറഞ്ഞ എയ്ക്കകത്തെ എല്ലാ എലമെന്റ്സുകളും അല്ലെങ്കിൽ ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരു ഹൈറ്റ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഹൈറ്റ് വരത്തില്ല. എന്ന് വെച്ചാൽ ഇതൊരു ഫംഗ്ഷനാണ്. ചില കേസുകളിൽ രണ്ട് കുട്ടികൾക്ക് ഒരേ ഹൈറ്റ് വരാം. അങ്ങനെ വന്നാൽ 1:1 എന്ന് പറയില്ല. അപ്പോൾ 1:1 എന്ന് പറയണമെങ്കിൽ 1:1 മാത്രം. അതായത് 1:1 എ എന്നുള്ള എലമെന്റ് എടുത്താൽ ഒരു ഇമേജ്, ആ ഇമേജ് വേറെ ഒരെണ്ണത്തിനും വരരുത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എയിലെ ഡിഫറെന്റ് എലമെന്റ്സുകളുടെ ഇമേജസ് എന്താവണം? ഡിഫറെന്റ് ആവണം. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. അങ്ങനെ വരുന്ന ഫംഗ്ഷന്റെ പേരാണ് എന്ത്? 1:1 ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ, ഇതിവിടെ നിൽക്കട്ടെ, വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഫംഗ്ഷൻ f(x) എടുക്കുക, x² എടുത്തു. അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് 6ൽ നിന്ന് 6ലേക്കാണ്. എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക്. അപ്പൊ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത നോക്കാം. 1:1 ആണോ ചെക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മെഷീൻ ആക്കി എടുക്കാതിനെ. ഞാൻ ആദ്യം പറഞ്ഞു ഒരു മെഷീനാണെന്ന്. അപ്പൊ ഈ മെഷീന്റെ പേരെന്തോ എഫ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? x² അല്ലേ? അതെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് ഇൻപുട്ട് വേണം, അവിടെ നമുക്ക് എന്താ കിട്ടണം? ഒരു ഔട്ട്പുട്ടും കിട്ടണം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടോ? 6ൽ നിന്ന് 6ലേക്ക്. ഈ 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ റിയൽ നമ്പേഴ്സ് ആണ് നമ്മളിവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഒരു റിയൽ നമ്പറിനെ ഇങ്ങോട്ട് കൊടുക്കാൻ പോകും. ആദ്യം 1നെ കൊടുത്തു. അപ്പൊ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടത്തില്ലേ? ഈ 1 എന്നുള്ളത് ഇവിടെ കൊടുത്താൽ 1² ആയിട്ട് മാറും. അതെത്രയായി? 1 ആയി. അപ്പൊ എന്ത് കിട്ടി? 1ന്റെ ഔട്ട്പുട്ട് 1 എന്ന് വെച്ചാൽ 1ന്റെ ഇമേജ് 1. ഇനി ഞാനിവിടെ 2 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 2 ഇങ്ങോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്തായിട്ട് ഔട്ട്പുട്ട് കിട്ടും? 2². 2² എത്രയായി? 4 എന്ന് പറഞ്ഞാൽ 2ന്റെ ഇമേജ് എത്രയായി? 4. ഇനി ഞാൻ കൊടുക്കുന്നത് -1 ആണെന്ന് വിചാരിക്കുക. -1 റിയൽ നമ്പർ തന്നെയാണല്ലോ. അതിന് -1 ഇൻപുട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു. -1 എന്ന് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വരും? -1ന്റെ സ്ക്വയർ ആവും. അതെത്രയായി? 1 ആയി. കണ്ടോ? അപ്പൊ നേരത്തെ നമുക്കൊരു 1 കിട്ടി, ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. പക്ഷെ നമ്മൾ ഇവിടെ കൊടുത്ത ഇൻപുട്ടുകൾ നോക്കിയേ. ഇവിടുത്തെ ഇൻപുട്ട് ഒന്ന് എത്ര ആയിരുന്നു? 1 ആയിരുന്നു. അടുത്ത ഇൻപുട്ട് എത്ര ആയിരുന്നു? -1 ആയിരുന്നു. രണ്ട് ഡിഫറെന്റ് ഇൻപുട്ടുകൾ കൊടുത്തപ്പോൾ സെയിം ഔട്ട്പുട്ട് വന്നു. എന്ന് പറഞ്ഞാൽ 1ന്റെ ഇമേജ് 1, -1ന്റെ ഇമേജ് എത്ര തന്നെ? 1 തന്നെ. ദാറ്റ് ഈസ്, ഇങ്ങനെ വേണേൽ പറയാം, ഇത് f(x) അല്ലേ? f(1) എടുത്തപ്പോൾ നമുക്ക് 1 കിട്ടി. f(-1) എടുത്തപ്പോഴും എന്ത് കിട്ടി? 1 കിട്ടി. സോ ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ്
സെയിം ഇമേജ് ആയി. സോ ഇറ്റ് ഈസ് നോട്ട് എ 1-1 ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ വെച്ചാൽ നമുക്ക് പറയാം ഇതെന്തല്ല 1-1 ഫംഗ്ഷൻ അല്ല. വേറെ നമ്പറുകൾ നിങ്ങൾ കൊടുത്തു നോക്കും. ഇപ്പോൾ നമ്മൾ കൊടുത്ത 1 - 1 അല്ലേ, അത് മാറ്റി നിങ്ങൾ വേറെ വാല്യൂസ് കൊടുക്കുക. ഇവിടെ നമ്മളിനി കൊടുക്കുന്നത്, ഞാൻ ഇനി കൊടുക്കുന്ന ഇവിടെ ഒരു 3 കൊടുത്തു. 3 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ 3യുടെ ഇമേജ് എത്ര ആയി? 9 ആയി. ഞാൻ -3 കൂടെ കൊടുക്കുക, അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും? -3യുടെ സ്ക്വയർ എത്ര ആയി? 9 ആയി. അപ്പോൾ ഇവിടെ നോക്കുക, 3യും -3യും ഡിഫറൻറ്റാ, പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് കിട്ടിയ രണ്ട് സെയിമാ. അപ്പോൾ ഇൻപുട്ട് ഡിഫറൻറ്റ്, പക്ഷെ ഔട്ട്പുട്ട് എന്തായി? സെയിം ആയി. അതുകൊണ്ട് ഇത് എന്തല്ല, ഈ ഫംഗ്ഷൻ എന്തല്ല, 1-1 അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ 1-1 ഫംഗ്ഷൻ. പക്ഷെ 1-1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം നമുക്ക്. 1-1 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 3യും -3യും എടുത്തതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നേ, ശരിയല്ലേ? 3 എടുത്തപ്പോൾ -3. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഇതിനകത്തുനിന്ന് നെഗറ്റീവ് നമ്പറുകളെല്ലാം കളയണം. അതായത് ഇവിടെ നമ്മുടെ റിയൽ നമ്പേഴ്സ് ആയിരുന്നു മൊത്തം. ഈ റിയൽ നമ്പേഴ്സിൽ നിന്നും നെഗറ്റീവ് നമ്പർ കളയുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് നെഗറ്റീവ് നമ്പർ കളയുമ്പോൾ R പ്ലസ് എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് 0 കൂടെ ചേർക്കാം. കണ്ടോ? അപ്പോൾ ഇവിടെ ഈ 6 മൊത്തം എടുത്തില്ല, നമ്മുടെ 6-നകത്തുനിന്ന് നെഗറ്റീവ് എടുത്ത് കളഞ്ഞു. നമുക്കറിയാം 6 എന്ന് പറഞ്ഞാൽ 3 പാർട്ടാണ് ഉള്ളത്. 6 എന്ന് പറയുമ്പോൾ 3 പാർട്ടാണ് ഉള്ളത്. ഒന്ന് -∞ മുതൽ ഇടം വരെ 0 വരെ, പിന്നെ 0 രണ്ടായിട്ട് കാണില്ല, ഓക്കെ ആയിക്കോട്ടെ, പിന്നെ 0 മുതൽ ഇൻഫിനിറ്റി വരെ, ഇത്രയാണ് ഉള്ളത്. ഇപ്പം ഇങ്ങോട്ട് നെഗറ്റീവ് പാർട്ടും ഇങ്ങോട്ട് എന്താ ഉള്ളത്? പോസിറ്റീവ് പാർട്ടുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് പാർട്ടുകൾ കളഞ്ഞു, അതിന്റെ കൂടെ എന്തുകൂടെ ചേർത്തു? 0 കൂടെ ചേർത്തു. പോസിറ്റീവ് എന്ന് കൊടുത്താൽ സാധാരണ നമ്മൾ പറയുന്നത് >0 എന്നാണ്. അപ്പോൾ >0 നമ്പറുകളുണ്ട്, കൂടാതെ എന്തും കൂടെ ചേർത്തു? 0 കൂടെ ചേർത്തു. അതിൽ നിന്ന് R-ലേക്കാണ് എടുക്കാൻ പോകുന്നത്. R പ്ലസ് യൂണിയൻ സെറ്റ് 0 to R അങ്ങനെ കൊടുത്തു. കൊടുക്കുമ്പോൾ ഇനി ഇവിടെ നോക്കുക. ഇനി നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ നേരം ഞാനിവിടോട്ട് 1 കൊടുക്കുന്നു. ഫംഗ്ഷൻ നമ്മുടെ x² ആണ്, മെഷീൻ x² ആണ്. 1 കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1² 1 ആയി. ഇനി -1 കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിനകത്ത് -1 ഇല്ല. നമുക്കുള്ളത് R പ്ലസ് യൂണിയൻ 0, അതായത് 0 മുതൽ അങ്ങോട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനി കൊടുക്കേണ്ട എന്തുവാ? അടുത്ത ഏത് വാല്യൂ, പോസിറ്റീവ് വാല്യൂസ് നിങ്ങൾ കൊടുത്തു. നമുക്ക് അടുത്ത 2 കൊടുക്കുക. 2 കൊടുത്താൽ 2ന്റെ സ്ക്വയർ എത്ര ആയി? 4 ആയി. ഇനി നമുക്കൊരു √2 കൊടുക്കാം, റിയൽ നമ്പർ അല്ലേ √2. √2 കൊടുത്താൽ √2ന്റെ സ്ക്വയർ എത്ര ആയി? 2 ആയി. ഇനി ഒരു 3 കൊടുക്കാം. 3 കൊടുത്താൽ ഔട്ട്പുട്ടായിട്ട് എത്ര കിട്ടും? 3² 9 ആയി. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ ഇൻപുട്ടുകളെല്ലാം ഡിഫറൻറ്റ്. 1 2 √2 3. ഔട്ട്പുട്ട് നോക്കി ഒന്നും സെയിം അല്ല. 1 4 2 9. ഔട്ട്പുട്ട്സ് എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ഇവിടെ എന്തായി? 1-1 ആയി. അപ്പോൾ ഓർക്കുക, f(x)ലെ x² കാണുമ്പോൾ തന്നെ 1-1 അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഡൊമൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡൊമൈൻ R ആയിരുന്നു. R to R എടുക്കുമ്പോൾ ഇതെന്തല്ല? 1-1 അല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഈ R-നെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഡൊമൈൻ ഇച്ചിരി കുറച്ചു. ഡൊമൈൻ കുറച്ചെന്ന് പറഞ്ഞാൽ ഡൊമൈനകത്ത് നമ്മൾ നെഗറ്റീവ് പാർട്ട് എടുത്ത് കളഞ്ഞു. നെഗറ്റീവ് നമ്പർ എടുത്ത് കളഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് R പ്ലസ് യൂണിയൻ സെറ്റ് 0. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി? 1-1 ഫംഗ്ഷൻ ആയി. അപ്പോൾ ഇതായിരുന്നു 1-1 ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതായത് 1-1 ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് എലമെന്റ്സ് ഹാവ് ഡിഫറൻറ്റ് ഇമേജസ്. അപ്പോൾ ഡിഫറൻറ്റ് എലമെന്റുകളുടെ ഇമേജസ് എന്താവണം? ഡിഫറൻറ്റ് ആവണം. അങ്ങനെ വരുന്ന ഫംഗ്ഷന്റെ പേരാണ് 1-1 ഫംഗ്ഷൻ. അതിനെ നമ്മൾ എങ്ങനെ പറയാറുണ്ട്? ഇൻജെക്ഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് എഴുതാം. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. എഴുതുക 1-1 ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ, നിങ്ങൾ എഴുതിക്കോ, എ ഫംഗ്ഷൻ f of x is said to be 1-1 if different elements have different images. A function
f of x is said to be 1 1 if different elements have different images. ഇങ്ങനെ വരുന്ന ഫംഗ്ഷന്റെ പേരാണ് 1 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്ഷൻ. ഒന്ന് എഴുതിക്കോ. കഴിഞ്ഞു. ഇനി നമ്മൾ ഇനിയും ആക്ച്വൽ ഡെഫിനിഷൻ. ഇപ്പൊ ഇത് നമ്മൾ വേർഡിൽ പറഞ്ഞുള്ളൂ, ഇതാണ് ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജസ് എന്താവണമെന്ന്, ഡിഫറെന്റ് ആവണമെന്ന്. ഇനി നമ്മൾ സാധാരണ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് ഉണ്ട് ചെയ്യാൻ, അതുകൂടെ പറയാം നമുക്ക്. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ. അപ്പൊ എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈസ് സെറ്റ് ടു ബി 1 1 ഇഫ്. കണ്ടീഷൻ ഇങ്ങനെയാണ്. നമുക്കറിയാം എക്സ് എന്നുള്ള സെറ്റ് പറഞ്ഞിരുന്നു, എക്സ് എന്നുള്ള സെറ്റ് ഇവിടെ, വൈ എന്നുള്ള സെറ്റ് ഇവിടെ. ഇവിടുത്തെ ഡിഫറെന്റ് എലമെന്റ്സ് എന്ന് എടുക്കണം, ഡിഫറെന്റ് എലമെന്റ്സ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയൊക്കെ നോക്കി, x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം എലമെന്റ്സ് അല്ലേ, ഡിഫറെന്റ് അല്ലല്ലോ. അപ്പൊ ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? x1 നോട്ട് ഈക്വൽ ടു x2 അല്ലേ. അപ്പൊ x1 നോട്ട് ഈക്വൽ ടു x2 ആകുമ്പോൾ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജസ് ഡിഫറെന്റ് ആയിരിക്കണം. ഇംപ്ലൈസ് ഈ x1ന്റെ ഇമേജിനെ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞു, ഇവിടെ ഫംഗ്ഷൻ f ആണെങ്കിൽ x1ന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? f ഓഫ് x1 അല്ലേ. അപ്പൊ x1ന്റെ ഇമേജ് എന്ത് കിട്ടും? നമുക്ക് f ഓഫ് x1 കിട്ടും. x2ന്റെ ഇമേജ് എന്ത് കിട്ടും? f ഓഫ് x2 കിട്ടും. അതും എന്താവണം? ഡിഫറെന്റ് ആവണം. അതായത് ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജസ് എന്താവണം? ഡിഫറെന്റ് ആവണം. ഓർ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കോൺട്രാപോസിറ്റീവ് പഠിച്ചിട്ടുണ്ട്. കോൺട്രാപോസിറ്റീവ് ഓർക്കുന്നില്ലേ? ഇഫ് നോട്ടിനകത്ത് കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും. അപ്പൊ അത് കോൺട്രാപോസിറ്റീവ് എങ്ങനെ കിട്ടും? അപ്പം നമ്മൾ പറഞ്ഞു, വെറുതെ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാൽ അതിനെ കോൺവേഴ്സ് എന്ന് പറയും, നോട്ടും കൂടെ ചേർത്ത് തിരിച്ചാൽ അതിനെ എന്ത് പറയും? കോൺട്രാപോസിറ്റീവ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് നോട്ടും കൂടെ ചേർത്തും തിരിക്കാം. അപ്പൊ ഇവിടെ നോട്ട് ചേർത്താൽ നോട്ട് അങ്ങ് പോകുമല്ലോ. നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് x1 ഇതങ്ങ് നോട്ട് ഈക്വൽ പോയിട്ട് ഈക്വൽ ആവും, ഈക്വൽ ടു f of x2 implies ഇവിടെയും നോട്ട് പോകും എന്ന് പറഞ്ഞാൽ x1 ഈക്വൽ ടു x2. നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുമ്പോഴെല്ലാം ഉപയോഗിക്കുന്ന ഇതാണ് കണ്ടീഷൻ. f of x1 ഈക്വൽ ടു f of x2 implies x1 ഈക്വൽ ടു x2. ഇതാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഡെഫിനിഷൻ ഇതാണ്, f from x to y is said to be 1 1 if x1 not equal to x2 implies f of x1 not equal to f of x2. ഇതിന്റെ മീനിങ് ഡിഫറെന്റ് എലമെന്റ്സ്, ഇത് ഡിഫറെന്റ് ആണ്, ഹാവ് ഡിഫറെന്റ് ഇമേജസ്. ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജസ് എന്താവണം? ഡിഫറെന്റ് ആവണം. ഓർ ഇക്വലന്റ്ലി നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം, തിരിച്ചെഴുതാം, എഫ് ഓഫ് x1 ഇവിടെ നോട്ട് ഈക്വൽ അല്ലേ, അപ്പൊ ഈക്വൽ കൊടുത്തു, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളൊന്ന് എഴുതിയെടുത്തോ ഇത്. കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോകേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് 1 1 ഫംഗ്ഷൻ ആണ്. അടുത്തത് ആണ് ഓൺ ടു ഫംഗ്ഷൻ. അപ്പൊ ഇത് ഓൺ ടു ഫംഗ്ഷന്റെ വേറൊരു പേരാണ് സർജക്ഷൻ എന്ന് പറയും. സർജക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻജെക്ഷൻ. എന്ത്? 1 1 ഫംഗ്ഷന്റെ വേറൊരു പേരാണ് ഇൻജെക്ഷൻ. ഓൺ ടു ഫംഗ്ഷന്റെ അടുത്ത പുതിയൊരു പേരാണ് സർജക്ഷൻ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. ഇപ്പൊ നമുക്കൊരു സെറ്റ് എ എന്നുള്ള ഒരു സെറ്റ്, ഇവിടെ ബി എന്നുള്ള ഒരു സെറ്റ്. എയിലെ എലമെന്റ്സ് ഇപ്പോ 1 2 3 4 ആണെന്ന് വിചാരിക്കുക. 1 2 3 4. ബിയില് എ ബി സി ഡി ഇ എഫ് ആണെന്ന് വിചാരിക്കുക. 1 ഇൻറ്റു ഇമേജ് 2,
2ന്റെ എ, 3യുടെ സി, 4ന്റെ ഡി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ എഫ് എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എ ഈസ് കോൾഡ് ഡൊമെയിൻ. എ നമ്മൾ പറയുന്ന പേരെന്താണ്? ഡൊമെയിൻ. ബി ഈസ് കോൾഡ് എന്താണ്? കോഡൊമെയിൻ. അതെ. ദെൻ റേഞ്ചാണ് പഠിച്ചേക്കുന്നത് മൂന്നാമത്തെ. റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമേജ് സെറ്റുകളെയാണ് എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് വരുന്നത് എ, ബി, സി, ഡി. ഈ റേഞ്ച് ഓർത്തോണം എപ്പോഴും. റേഞ്ച് സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. അതായത് റേഞ്ച് വേണമെങ്കിൽ കോഡൊമെയിൻ ആവാം, അല്ലെങ്കിൽ അതിനുള്ളിൽ വരും. വലിയ സെറ്റിനെ കോഡൊമെയിൻ എന്ന് പറയും, അതിനകത്തായിരിക്കും എന്ത് വരുന്നത്? റേഞ്ച് വരുന്നത്. ചില കേസുകളിൽ ഇത് രണ്ടും സെയിം ആയിട്ടും വരാം, അത് പറയാം. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടുത്തെ ഡൊമെയിൻ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? സെറ്റ്, അതായത് ഇമേജ് സെറ്റ് എ, ബി, സി, ഡി. ഇതാണ് നമ്മുടെ റേഞ്ച് ഈ ഫംഗ്ഷന്റെ, അല്ലേ? ഇനി ഇതിന്റെ കോഡൊമെയിനോ? കോഡൊമെയിൻ എഴുതിയാൽ ഫുൾ സെറ്റ് വരും. എ, ബി, സി, ഡി, ഇ, എഫ്. ഇവിടുത്തെ പ്രത്യേകത നോക്കി, റേഞ്ച് ഉണ്ട്, എ, ബി, സി, ഡി, അത് ഇതിനകത്തുണ്ടല്ലോ, ഉണ്ട്. ഇപ്പൊ റേഞ്ചും കോഡൊമെയിൻ നമ്മൾ ഇവിടെ എഴുതി. ഇനി ഞാൻ ഇതങ്ങ് മാറ്റുക, ഈ രണ്ട് എലമെന്റ്സിനെ മാറ്റി. അപ്പൊ ഇവിടുത്തെ റേഞ്ച് എന്ത് വരും? റേഞ്ച് എന്ന് പറഞ്ഞാൽ എ, ബി, സി, ഡി. കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ എ, ബി, സി, ഡി. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത നോക്കിയാൽ എന്താ? അതെ, റേഞ്ച് ഈക്വൽ ടു എന്ത് കിട്ടി? കോഡൊമെയിൻ. അപ്പൊ ഇവിടെ റേഞ്ചും കോഡൊമെയിൻ ഈക്വൽ ആയി, പക്ഷെ ഇവിടെ റേഞ്ചും കോഡൊമെയിനും ഈക്വൽ അല്ല. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്, അതായത് റേഞ്ച് ഈക്വൽ ടു എന്തായിട്ട് വരണം? കോഡൊമെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് വേണം വേറെ രീതിയിൽ നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ ഡി ഉണ്ട്, ഇയും എഫും നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? അപ്പൊ ഇത് ഓൺ ടു അല്ലല്ലോ. ഓൺ ടു അല്ല. കാരണം എന്താന്ന് വെച്ചാൽ റേഞ്ചിനകത്ത് എന്ത് വരില്ല? ഇയും എഫും വരില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം പറയാം. ഈ എ എന്നുള്ള എലമെന്റ് എടുത്താൽ അതിനൊരു പ്രീ ഇമേജ് ആണ് 2. കാരണം 2ന്റെ ഇമേജ് എ, അപ്പൊ എയുടെ പ്രീ ഇമേജ് 2. ബിയുടെ 1ന്റെ ഇമേജ് ബി, ബിയുടെ പ്രീ ഇമേജ് 1. അതുപോലെ 3യുടെ ഇമേജ് സി, സിയുടെ പ്രീ ഇമേജ് 3. അതുപോലെ 4ന്റെ ഇമേജ് ഡി, ഡിയുടെ പ്രീ ഇമേജ് 4. അപ്പൊ ഇവിടെ ഇതിനൊക്കെ പ്രീ ഇമേജ് ഉണ്ട്, പക്ഷെ ഇക്കും എഫിനും എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഇവിടുത്തെ ഈ രണ്ടാമത്തെ സെറ്റിനകത്തെ കോഡൊമെയിനകത്തെ എല്ലാ എലമെന്റ്സുകൾക്കും ഒരു എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവണം. അങ്ങനെ വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ആ എക്സാമ്പിൾ, മുമ്പത്തെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേക്കാം. അത് ഓൺ ടു ആവുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം എവിടെ നിന്ന് അങ്ങോട്ട് ആർ ടു ആർ. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? നമുക്ക് റിയൽ നമ്പേഴ്സ് മൊത്തം കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ റിയൽ നമ്പേഴ്സ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് പോസിറ്റീവ് നമ്പറുകൾ ഉണ്ടാവും, നെഗറ്റീവ് നമ്പറുകൾ ഉണ്ടാവും, സീറോ ഉണ്ടാവും, റൂട്ട് വരുന്ന നമ്പറുകൾ, അങ്ങനെയുള്ള നമ്പറുകൾ, ഡെസിമൽസ്, ഇതെല്ലാം ഇതിനകത്ത് വരും. അതായത് ഫ്രാക്ഷൻസ്, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, അതാ റാഷണൽ. ഫ്രാക്ഷൻ മീൻസ് റാഷണൽ, റാഷണൽ, ഇറാഷണൽസ് എല്ലാം വരും. എല്ലാം നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പാടാം. കുറച്ചൊക്കെ നമുക്ക് എഴുതാം. ഇപ്പൊ -2, -1, 0, 1, 2, 3, 4 ഇങ്ങനെ ഇൻഡിജേഴ്സ് ആണ്. പിന്നെ 1/√2 എന്ന് വരാം, √2 വരാം, 1/2 വരാം, ഇങ്ങനെയൊക്കെ വരാം. ഇവിടെ തന്നെ ഇതെല്ലാം വന്നിട്ട് -2, -1, 0, 1, 2, 3, 4 ഇങ്ങനെ പോവാം. 1/√2, 1/√3, √2, 1/2 ഈ നമ്പേഴ്സ് എല്ലാം വരാം. അപ്പൊ ഇവിടെ മൊത്തം റിയൽ നമ്പേഴ്സ്, ഇതിനകത്ത് മൊത്തം റിയൽ നമ്പേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ എലിമെന്റ്സ് എടുത്താൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 0യിൽ തുടങ്ങാൻ വിചാരിക്കുക. റിയൽ നമ്പേഴ്സ് അല്ലേ? 0യിൽ തുടങ്ങിയാൽ 0 ഇമേജ് എത്ര വരും? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ആ മെഷീൻ പോലെ ആലോചിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? ഈ മെഷീനകത്തോട്ട് ഇത് എക്സ് സ്ക്വയർ ആ പേര്. നമ്മൾ ഇതിനകത്തോട്ട് 0 കൊടുത്താൽ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും? 0 തന്നെ കിട്ടത്തില്ലേ? അപ്പൊ 0യുടെ ഔട്ട്പുട്ട് എന്തായി? 0 ആയി. പിന്നെ ഞാൻ 1 കൊടുത്തു, എന്ത് കിട്ടും ഔട്ട്പുട്ട്? 1ന്റെ സ്ക്വയർ 1 ആവും. ഞാൻ 2 കൊടുത്തു, എന്താ ഔട്ട്പുട്ട്? 2ന്റെ 4 ആവും. ഞാൻ -1 കൊടുത്തു, എന്ത് കിട്ടും ഔട്ട്പുട്ട്? -1ന്റെ സ്ക്വയർ 1 ആവും. ശരിയല്ലേ? -2ന്റെ സ്ക്വയർ എത്ര ആവും? 4 ആവും. ശരിയാണല്ലോ? ഇനി √2ന്റെ സ്ക്വയർ എന്ത് കിട്ടും നമുക്ക്? √2 സ്ക്വയർ 2 ആവും. 1/2ന്റെ സ്ക്വയർ 1/4 ആവും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇതിനകത്തെ ഈ പാർട്ടിന് അങ്ങോട്ട് മുകളിലോട്ട്, അപ്പൊ ഇങ്ങോട്ടെല്ലാം പോസിറ്റീവ് അല്ലേ? ഈ നെഗറ്റീവിനൊന്നും എന്ത് കിട്ടില്ല, ഇവിടെ പ്രീ ഇമേജ് കിട്ടത്തില്ല. ശരിയല്ലേ? എന്ന് വെച്ചാൽ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അപ്പൊ ഈ കേസിൽ ഈ ഫംഗ്ഷൻ എന്താവില്ല? ഓൺ ടു ആവില്ല. തൊട്ട് മുമ്പ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഈ ഫംഗ്ഷൻ എന്തല്ലെന്ന് പറഞ്ഞു, 1 1 അല്ല. അപ്പൊ ഇവിടെ എന്തോ അല്ലെന്ന് കിട്ടി, ഓൺ ടു അല്ലെന്നും കിട്ടി. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഫംഗ്ഷൻ ഓൺ ടു ആണോ അല്ലയോ എന്നുള്ളത്. അതായത് കോഡൊമെയിനകത്ത് ഏതൊരു എലമെന്റ് എടുത്താലും അതിനെന്തുണ്ടാവണം? ഒരു
പ്രീ ഇമേജ് ഇവിടെ ഉണ്ടാവണം. അങ്ങനെ വന്നാൽ ആ ഫംഗ്ഷനെ എന്ത് പറയും നമ്മൾ? ഓൺ ടു. അങ്ങനെ കിട്ടിയാൽ നമ്മൾ അതിനെ ഓൺ ടു എന്ന് പറയും. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ജനറലായിട്ട് നമുക്കൊന്ന് പറഞ്ഞാൽ, മുമ്പേ പറഞ്ഞത് നമ്മൾ 1 പറഞ്ഞു, ഡിഫറെൻറ്റ് എലമെൻസിന് ഡിഫറെൻറ്റ് ഇമേജസ്. ഇവിടെ പറയുമ്പോൾ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി ഓൺ ടു ഇഫ് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ. ഇത് വേർഡ്സിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് is set to be on to if range is equal to codomain. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ഡെഫിനിഷൻ പോലെ വന്നാൽ, എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ is set to be on to if നമുക്ക് ആ ഡെഫിനിഷനിലേക്ക് വരാൻ നോക്കി. അപ്പോൾ അതൊന്ന് ഡയഗ്രാമായിട്ട് കാണിച്ചാൽ, ഇത് എക്സ്, ഇത് വൈ അല്ലേ. ഇവിടുത്തെ ഏതൊരു വൈ എടുത്താലും, ഫോർ ഈച്ച് വൈ, ഏതൊരു വൈ ഈ വൈയിൽ എടുത്താലും, ഇഫ് ഫോർ each y element of y, ഇതിനകത്ത് ഏതൊരു y എടുത്താലും നമുക്ക് ഇവിടെ എന്തുണ്ടാവണം? ഒരു x ഉണ്ടാവണം. there exist an x, എവിടെ? ഈ x ഉണ്ടാവണം, in x, ശരിയല്ലേ? such that ആ x ന്റെ ഇമേജ് എന്താവണം? ഈ പറഞ്ഞ y ആവണം. such that f of എക്സ് അല്ലേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താവും? വൈ ആവണം. അങ്ങനെ വന്നാൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും? ഓൺ ടു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ റേഞ്ച് ഓഫ് കോഡൊമൈൻ ഈക്വൽ ആണ് ചെക്ക് ചെയ്താൽ മാത്രം മതി, അത് ഓൺ ടു എന്ന് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെഫിനിഷൻ ഇതാണ്: എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെറ്റ് ടു ബി ഓൺ ടു ഇഫ് ഫോർ ഈച്ച് വൈ എലമെന്റ് ഓഫ് വൈ there exists an x in x such that f of x ഈക്വൽ ടു വൈ. അപ്പോൾ ഈ വൈക്കകത്തെ ഏതൊരു വൈ എടുത്താലും നമുക്ക് ഇപ്പുറത്ത് ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. ആ എക്സിന്റെ ഇമേജ് ഈ വൈ ആയിരിക്കും വേണം. അങ്ങനെ വന്നാൽ ആ ഫംഗ്ഷൻ എന്ത് പറയും? ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഓൺ ടുവിന്റെ ഡെഫിനിഷൻ. അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് സർജക്ഷൻ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക. കഴിഞ്ഞല്ലോ. അപ്പോൾ അതായിരുന്നു ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനകത്തെ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന്. അതിൽ ഫസ്റ്റ് വൺ ഫംഗ്ഷൻ പറഞ്ഞു നമ്മൾ അല്ലേ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഓൺ ടു ഫംഗ്ഷൻ. 1 ഫംഗ്ഷൻ്റെ വേറൊരു പേരാണ് ഇൻജെക്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ്റെ വേറൊരു പേരാണ് സർജക്ഷൻ. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ മീനിങ് ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഇമേജസ് എന്താവണം? ഡിഫറെൻ്റ് ആവണം. ഓൺ ടു എന്ന് പറഞ്ഞാൽ മീനിങ് റേഞ്ച് ഇസ് ഈക്വൽ ടു എന്താവണം? കോഡൊമൈനും ആവണം. അപ്പോൾ അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നിനെ ഇൻജെക്ഷൻ എന്ന് പറയും, മറ്റേനെ എന്ത് പറയും? സർജക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇനി ഇത് രണ്ടുകൂടെ ആവുന്ന ഫംഗ്ഷൻ ഉണ്ട്, അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.